തിരിച്ചടി കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. ആരാധകർക്കും താരങ്ങൾക്കും പരിശീലകനും എല്ലാവർക്കും ദുരിത കാലഘട്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളുടെ എല്ലാവരുടെയും മാർക്കറ്റ് വില കുത്തനെ താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയും കൂടി കാണേണ്ടിയിരിക്കുന്നു. ഒരു സമയത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലെയർ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിയാൻ ലൂണ. അഡ്രിയാൻ ലൂണയുടെ മാർക്കറ്റ് വാല്യൂ വരെ കുത്തനെ താഴേക്ക് ഇടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു ചെറിയ സമയം കൊണ്ട് മാർക്കറ്റ് വാല്യൂവിൽ ഇടിവുണ്ടായ താരങ്ങളുടെ പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ FC ഗോവയിൽ നിന്നും റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ ഫീസ് നൽകി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ഐവൻ ഡൊഹ്ലിങ്ങിന്റെ മാർക്കറ്റ് വാല്യൂ നിലവിൽ 1 കോടിയാണ്. 1.5 കോടിക്ക് അടുത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വളരെ വേഗത്തിൽ 40 ലക്ഷത്തോളം രൂപ ഇടിഞ്ഞ് 1 കോടിയിലെത്തി നിൽക്കുകയാണ്. അതുകൂടാതെ 3 കോടിയോളം മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന മിലോസ് ഡ്രിങ്കിച്ചിന്റെ മാർക്കറ്റ് വാല്യൂ 2 കോടി 80 ലക്ഷം എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. 20 ലക്ഷത്തോളം കുറവ് ഡ്രിങ്കിച്ചിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഫ്രഞ്ച് പ്രതിരോധ നിര താരമായ അല്ലെങ്കിൽ മധ്യനിര താരമായിട്ടുള്ള കൊയേഫിന്റെ കാര്യത്തിലും സ്ഥിതിഗതികൾ ഏതാണ്ട് അതുപോലെയാണ്. 2.5 കോടിയോളം രൂപ ഉണ്ടായിരുന്ന മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞ് ഏകദേശം 2 കോടി 20 ലക്ഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ പ്രീതം കൊട്ടാലിന്റെ കാര്യവും ഏകദേശം സമാനം തന്നെയാണ്. 1 കോടി 60 ലക്ഷമായിട്ട് പ്രീതത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞിട്ടുണ്ട്. 1 കോടി 80 ലക്ഷത്തിന് മുകളിലായിരുന്നു നേരത്തെ പ്രീതം കൊട്ടാലിന്റെ മാർക്കറ്റ് വാല്യൂ. പിന്നീട് നമ്മുടെ ഐമന്റെ മാർക്കറ്റ് വാല്യൂവിലും ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഏകദേശം 1 കോടി 20 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഐമന്റെ മാർക്കറ്റ് വാല്യൂ 80 ലക്ഷത്തിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. പക്ഷേ ഈ പ്രായവും മറ്റു ഘടകങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഐമന്റെ മാർക്കറ്റ് വാല്യൂ ഇടിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ സീസണിലെ പെർഫോമൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറി കൺസേൺ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടർ ആയിരിക്കാം, ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ അപ്ഡേറ്റ് അനുസരിച്ച് ഐമന്റെ മാർക്കറ്റ് വാല്യൂയിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് പ്രബീർ ദാസിന്റെ മാർക്കറ്റ് വാല്യൂ 80 ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 40 ലക്ഷത്തോളം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത്. ക്വാമി പെപ്പറയുടെ മാർക്കറ്റ് വാല്യൂവും താഴോട്ട് പോയിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 കോടി 20 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ 3 കോടി 60 ലക്ഷം, അതായത് 4 കോടിക്ക് മുകളിൽ മാർക്കറ്റ് വാല്യൂ പെപ്രയ്ക്ക് വരുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് താഴ്ന്നിരിക്കുകയാണ്. പിന്നെ മലയാളി താരമായിട്ടുള്ള രാഹുൽ KPയുടെ നിലവിലെ മാർക്കറ്റ് വാല്യൂ 1 കോടി 20 ലക്ഷം രൂപയാണ്. അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂവിലും മോശമല്ലാത്ത ഇടിവും കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡാനിഷ് ഫറൂഖ് ഹട്ടിന്റെ മാർക്കറ്റ് വാല്യൂവും 1 കോടി 20 ലക്ഷമായിട്ട് താഴ്ന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ മാർക്കറ്റ് വാല്യൂവിൽ വന്നിട്ടുള്ള വലിയ ഇടിവാണ്. ഏകദേശം 7 കോടിക്ക് മുകളിൽ ഒരു സമയത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള താരമായിരുന്നു നമ്മുടെ അഡ്രിയാൻ ലൂണ. അതേ അഡ്രിയാൻ ലൂണയുടെ നിലവിലെ മാർക്കറ്റ് വാല്യൂ 5 കോടി 60 ലക്ഷം രൂപയാണ്. ഒരു ചെറിയ ഷോർട്ട് സ്പാനിനുള്ളിൽ 80 ലക്ഷത്തോളം രൂപയുടെ കുറവാണ് അഡ്രിയാൻ ലൂണയുടെ മാർക്കറ്റ് വാല്യൂവിൽ വന്നിരിക്കുന്നത്. ടീമിന്റെ പ്രകടനം താഴോട്ട് പോകുമ്പോൾ താരങ്ങളുടെ ഇൻഡിവിജ്വൽ ബെനിഫിറ്റിനെയും മാർക്കറ്റ് ഇന്ററാക്ഷനെയും ഒക്കെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. സത്യം പറഞ്ഞാൽ മൊത്തം കഷ്ടകാലം തന്നെ.